ഹായ് കൂട്ടുകാരെ. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യും എന്നതാണ്. അതായത് WH ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനോ വരുന്നു. ഓക്കെ, WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് WH ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓക്കെ, ഏതിലാണെങ്കിലും ആദ്യം നമ്മൾ നോക്കുക ലെഫ്റ്റ് സൈഡിൽ സെഡ് ആണോ സെഡ് ടു ആണോ കൊടുത്തേക്കുന്നതെന്ന് നോക്കുക. നമ്മൾ സാധാരണ ഒരു നോർമൽ സെന്റൻസ് ആയിരുന്നപ്പോൾ നമ്മൾ ഇതെന്താ പറഞ്ഞത്? സെഡ് ആണെങ്കിൽ സെഡ് തന്നെ ആയിരിക്കും, സെഡ് ടു ആണെങ്കിൽ ടോൾഡ് വരും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഇത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഇതിൽ ഏത് തന്നെയാണെങ്കിലും ഉപയോഗിക്കേണ്ടത് ആസ്ക്ഡ് ആണ് കേട്ടോ. അവിടെ വ്യത്യാസമൊന്നുമില്ല. സെഡ് വന്നാലും സെഡ് ടു വന്നാലും അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത് ആസ്ക്ഡ് എന്നാണ്. ഇനി അടുത്ത കണക്റ്റിംഗ് വേർഡിന്റെ കാര്യം. അടുത്ത നമ്മൾ അറിയേണ്ടത് കണക്റ്റിംഗ് വേർഡ് എന്താണെന്നാണ്. ഓക്കെ, കണക്റ്റിംഗ് വേർഡ് രണ്ട് തരത്തിലുണ്ട്. WH ക്വസ്റ്റ്യനിലാണെങ്കിൽ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത് ആ WH തുടങ്ങുന്ന വേർഡ്, അതായത് WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ ആ ക്വസ്റ്റ്യൻ വേർഡാണ് അവിടെ നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് അല്ല. നമ്മൾ സാധാ സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ദാറ്റ് അല്ല. അവിടെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ WH ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മളവിടെ എന്താണ് കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി എസ് ഓർ നോയിലാണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇഫ് അല്ലെങ്കിൽ വെദർ. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ അറിഞ്ഞേക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമിലായിരിക്കും കിടക്കുക. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. എന്നാൽ നമ്മൾ അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി വേണം റിപ്പോർട്ട് ചെയ്യാൻ. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമിലോട്ട് ആക്കി വേണം അതിനെ റിപ്പോർട്ട് ചെയ്യാൻ. ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് മാറ്റാൻ പറ്റും. ഇത്രയും ഉറപ്പിച്ച് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ആദ്യത്തെ ചോദ്യം എന്താണ്? ഹി സെഡ് ടു മീ where are you going? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ പോകുന്നു എന്ന് അവൻ എന്നോട് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രോനൗണിന് മാറ്റമൊന്നുമില്ല, അതേ കണക്ക് എഴുതുക. സെഡ് ആണോ സെഡ് ടു ആണോ ഏതു തന്നെയാണെങ്കിലും എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ആസ്ക്ഡ് എന്ന് മാറ്റുക. നീ അതേ കണക്ക് എഴുതുക. ഈ ലെഫ്റ്റ് സൈഡിൽ വേറെ മാറ്റമൊന്നുമില്ല. സെഡിനും സെഡ് ടുവിനും മാത്രമേ മാറ്റം വരാറുള്ളൂ. അപ്പം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കണക്റ്റിംഗ് വേർഡ് വേണം. ഇവിടെ WH ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് കണക്റ്റിംഗ് വേർഡ്? വെയർ ആണ് ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ്. WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ അത് തന്നെയായിരിക്കും കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തിനാണ് അടുത്ത മാറ്റം വരുത്തേണ്ടത്. ഇതെന്ത് ഫോമിലാണ് കിടക്കുന്നത്? വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമിലാണ് കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമിലേക്ക് മാറ്റണം. അതായത് യു ആദ്യം വരും, ആറ് രണ്ടാമത് വരും അല്ലേ? അപ്പം അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ആദ്യം വരേണ്ടത് സബ്ജക്റ്റ് ആണ്. യുവിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആരായിട്ട് മാറും? ആരെയാണോ ഇവിടെ പറഞ്ഞേക്കുന്നത് അത് നോക്കുക. മീ ആണ്. മീ എന്ന് പറഞ്ഞാൽ ഞാനാണ്. യു അവിടെ ഞാനാണ്. അപ്പം I ആണ് വരേണ്ടത്. ഇനി ആറെന്ന് പറഞ്ഞാൽ ആറിനെ നമ്മൾ വെർബാണ്. വെർബിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? വെർബ് ഏത് ഫോം ആണെന്ന് നോക്കുക. V1 ഫോം ആണ്. അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ V2 ഫോം ആണ്. അപ്പം I വാസ് ആണോ I വെയർ ആണോ അത് നമുക്ക് സംശയം വരും. I വാസ് ആണ് വരേണ്ടത് കേട്ടോ. നോർമൽ കണ്ടീഷനിലെല്ലാം I വാസേ വരൂ. അപ്പം I വാസ്. ഓക്കെ, ഇനി ഗോയിങ് അതേ കണക്ക് എഴുതുക. I വാസ് ഗോയിങ്. ഇത്രയേ ഉള്ളൂ. ഹി ആസ്ക്ഡ് മീ വെയർ I വാസ് ഗോയിങ്. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാം.
ഷീ സെഡ് ടു മീ, അല്ലെങ്കിൽ സെഡ് ടു ഹെർ കൊടുക്കാം. ഓക്കെ, ഷീ സെഡ് ടു ഹെർ ക്യാൻ യു സിങ് എ സോങ്. ഓക്കെ, ഒരു പാട്ട് പാടുമെന്ന് അവളോട് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ആദ്യം ലെഫ്റ്റ് സൈഡിൽ എന്തിന് മാത്രമേ മാറ്റുള്ളൂ, സെഡോ സെഡ് ടുവിന് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അതേ കണക്ക് എഴുതുക. ഷീ സെഡ് ആണെങ്കിലും സെഡ് ടു ആണെങ്കിലും ക്വസ്റ്റ്യനിലാണെങ്കിൽ എസ് ഓർ നോ ആണെങ്കിലും WH ആണെങ്കിലും ആസ്ക്ഡ് തന്നെയാണ് വരേണ്ടത്. ഹെറു എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാന്ന് നോക്കുക. WH ആണോ എസ് ഓർ നോ ആണോ? WH ക്വസ്റ്റ്യൻ വേർഡൊന്നും ഇതിനകത്തില്ല, അതായത് ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ പൊതുവെ ഓക്സിലറി വെർബ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിത് മനസ്സിലായി, ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് വരേണ്ടത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഞാനിവിടെ വെദർ ഉപയോഗിക്കുകയാണ്. ഓക്കെ, വെദർ യു ക്യാൻ സിങ് എ സോങ് എന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. നമ്മളിതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. അപ്പം സബ്ജക്റ്റ് ആദ്യം വരും, വെർബ് രണ്ടാമത് വരും. അപ്പം യു ക്യാൻ സിങ് എ സോങ് എന്നതായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചില്ലേ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. യു ആരായിട്ട് മാറും? ഇവിടെ എന്താണ് ഹെർ ആണ് കിടക്കുന്നത് അല്ലേ. ഹെർ ആകുമ്പോഴത്തേക്ക് യു ആരാണ്? ഷീ ആണ്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ഷീ ആണ്. ഇനി ക്യാൻ എന്ന് പറഞ്ഞാൽ V1 ഫോമാണ്, വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ്. അതിന് V2യിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്യാനിൻ്റെ V2 ഫോം ഏതാണ്? കുഡാണ്. ഓക്കെ, ഷീ കുഡ്. അടുത്ത എന്താണ്? ഒബ്ജക്റ്റ് സിങ് എ സോങ്, അതിനൊരു മാറ്റവും ഇല്ല, അതങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ഷീ കുഡ് സിങ് എ സോങ്. സാധാരണ നമ്മൾ നോർമൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് അടുത്ത കൺവേർട്ട് ചെയ്യുമ്പം, അത് ക്വസ്റ്റ്യനെ സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കൺവേർഷൻ. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ടൈപ്പ് ഉണ്ട്, അതായത് ക്വസ്റ്റ്യൻ എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഹി സെഡ് ടു മീ വെയർ ഡു യു ലീവ്. ഓക്കെ, വെയർ ഡു യു ലീവ്, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് വെയർ വന്നതുകൊണ്ട് തന്നെ ഇത് WH ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മാറ്റും? ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ വന്നേക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെർബ് എന്ന് പറഞ്ഞാൽ ഡു ആണ്. ഡു അല്ലെങ്കിൽ ഡസ് വന്നാലുള്ള മാറ്റമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല, ഏത് തന്നെ വന്നാലും ഹി അത് പ്രോനൗൺ അതേ കണക്ക് എഴുതുക. സെഡ് ആണെങ്കിലും സെഡ് ടു ആണെങ്കിലും ആസ്ക്ഡ് ആക്കി മാറ്റുക. മീ അതേ കണക്ക് എഴുതുക. ഓക്കെ, ഇനി നമ്മുടെ ഈ രണ്ട് പാർട്ടിനെ കണക്ട് ചെയ്യാൻ ഒരു കണക്റ്റിംഗ് വേർഡ് വേണം. WH ആയതുകൊണ്ട് എന്താണോ WH ക്വസ്റ്റ്യൻ വേർഡ് അതെടുത്ത് എഴുതുക. ഓക്കെ, ഇനി നമുക്കുള്ളത് ഡു യു ലീവിനെ ആദ്യം സെൻറ്റൻസ് ആക്കി മാറ്റണം. ഡു യു ലീവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പം ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പം യു ഡു ലീവ് എന്ന് വരും അല്ലേ. നമ്മൾ അതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പം ഡു ലീവ് എന്നൊരു സെൻറ്റൻസ് വരില്ല, ഡു പ്ലസ് ലീവ് ചേർന്നിട്ട് എന്താണ് ലീവ് എന്നായിട്ട് മാറും. അപ്പം യു ലീവ് എന്നായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറും. അപ്പം ലീവ് ആണ് അവിടുത്തെ വെർബ്. ലിവിൻ്റെ രണ്ടാമത്തെ ഫോം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം. ഡിഡിൻ്റെ ആദ്യം നമ്മൾ യുവിനെ മാറ്റുക. യു ആരായിട്ട് മാറും? ഇവിടെ മീ ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് യു ഐ ആയിട്ട് മാറും. ഇനി രണ്ടാമതാണ് വെർബ് വരേണ്ടത്. വെർബ് ഡു ആണ് തന്നേക്കുന്നത്. വെർബ് V1 ഫോമാണ് ഡു. അപ്പോൾ V2 ഫോം എന്താണ്? ഡിഡ് ആണ്. ഓക്കെ, പ്ലസ് എന്താണ്? നമ്മുടെ ലിവ് ആണ് അതിന് ശേഷം വരുന്നത്. പക്ഷെ ഡിഡ് പ്ലസ് ലിവ് എന്തായിട്ട് മാറും? ലിവ്ഡ് ആയിട്ട് മാറും. നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും മാറ്റാം, ഇവിടെ വെച്ച് വേണമെങ്കിലും മാറ്റാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ യു ഡു ലീവ് എന്ന് വരും. ഡു പ്ലസ് ലീവ് നമുക്ക് ലിവ് ആണെന്ന് കിട്ടും. അത് V1 ആയിട്ട് എടുത്താൽ പോലും നമുക്ക് V2 ഫോം ഏത് തന്നെ കിട്ടും? ലിവ്ഡ് ആയിട്ട് കിട്ടും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ എടുക്കുക. ഇങ്ങനെ എടുത്താൽ തെറ്റത്തില്ല, തെറ്റാതെ തന്നെ ഡയറക്റ്റ് എടുക്കുക. എന്താണ്? ആദ്യം യുവിനെ കൺവേർട്ട് ചെയ്യുന്നു, അടുത്ത V1നെ കൺവേർട്ട് ചെയ്യുന്നു, അടുത്ത ബാക്കി ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്ന എടുത്ത് എഴുതുന്നു. അപ്പം ഡിഡ് പ്ലസ് ലീവ് എന്ന് പറഞ്ഞാൽ ലിവ്ഡ് ആണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. ഐ ലിവ്ഡ്. ഓക്കെ, അപ്പം ഹി ആസ്ക്ഡ് മീ വെയർ ഐ ലിവ്ഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം 3 രീതി നമ്മൾ പഠിച്ചു. ഇനി ഒരു രീതിയും കൂടെ ഉണ്ട്, അതായത് ഇവിടെ നമ്മൾ ഡു വരുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഡു വരുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഡിഡ് വന്നാൽ അവിടെ എന്ത് ചെയ്യും? ഡിഡ് വന്നാൽ എന്ത് ചെയ്യും എന്നും കൂടെ നമുക്ക് നോക്കാം.
ഡിഡ് വന്നാൽ നിങ്ങൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ V2 ഫോം എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞത്? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറുമെന്നല്ലേ പറഞ്ഞത്? അപ്പം ഡിഡ് ആണ് ഇവിടെ V2. അപ്പം എന്തായിട്ട് മാറുമായിരിക്കും? ഹാഡ് പ്ലസ് ഡൺ ആയിട്ട് മാറും അല്ലേ? ഇത്രയുള്ള കാര്യം, സെയിം കാര്യം തന്നെയാണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഡിഡിനെ നമ്മളിവിടെ ഹാഡ് ആക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്. ഷീ സെഡ് ടു മീ. ഓക്കെ, വൈ ഡിഡ് യു റൈറ്റ് ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. വൈ ഡിഡ് യു റൈറ്റ് ഇറ്റ്? അപ്പം നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ എന്ത് മാത്രമേ മാറൂ? സെഡ് അല്ലെങ്കിൽ സെഡ് ടു മാത്രമേ മാറൂ. പക്ഷേ അത് കണക്ക് എഴുതുന്നു. സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിന് പകരം ആസ്ക്ഡ് എന്ന് കൊടുക്കുന്നു. മീ അതേ കണക്ക് എഴുതി. ഇനി കണക്റ്റിംഗ് വേർഡ് WH ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വൈ തന്നെ യൂസ് ചെയ്യും. അടുത്തത് ഡിഡ് യു റൈറ്റ് ഇറ്റ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് യു ആണ്, വെർബ് ഡിഡ് ആണ്, ബാക്കി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം യു ഡിഡ് റൈറ്റ് ഇറ്റ് എന്ന് വരും. ഡിഡ് റൈറ്റ് എന്തായിട്ട് മാറും? റോട്ടായിട്ട് മാറും അല്ലേ? ഡിഡ് പ്ലസ് റൈറ്റ് റോട്ടായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാറ്റിയാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ യു ആരായിട്ട് മാറും? റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, റിപ്പോർട്ട് ചെയ്തില്ല. അപ്പം യുവിനെ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പം ഇവിടെ ആരാണ്? മീ ആണ്. അപ്പം യു ആരായിട്ട് മാറും? ഐ ആയിട്ട് മാറും. ഇനി ഡിഡിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ആര് വരും എന്ന് പറഞ്ഞു? ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ? ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് ഡൺ വരും. ഹാഡ് പ്ലസ് ഡൺ. അടുത്തത് റൈറ്റ് ഇറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നമ്മളൊന്ന് നോക്കിയേ. ഇങ്ങനെ ഹാഡ് ഡൺ റൈറ്റ് അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമോ? ഇല്ല. ഡു ഫോം ഏത് വന്നാലും അത് വെർബിനോട് ജോയിൻ ചെയ്യും. അപ്പം ഡൺ പ്ലസ് റൈറ്റ് ജോയിൻ ആകും ഇവിടെ. ഓക്കെ, അപ്പം അതെങ്ങനെ മാറുമായിരിക്കും? ഐ ഹാഡ് ഡൺ പ്ലസ് റൈറ്റ്. ഡൺ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫോമാണ്. അപ്പം റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോമാണ് അവിടെ എഴുതേണ്ടത്. റിട്ടേൺ ഇറ്റ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമ്മൾ ഇത്രയും ഭാഗം കറക്റ്റാക്കി കഴിഞ്ഞാൽ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഡു ഡിഡ് ഡസും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞത് ഡസിൻ്റെ WH വരുന്ന കാര്യമാണ്. ഇനി ഡു ഡസിന് യെസ് ഓർ നോയിൽ വരുന്നാൽ എങ്ങനെ ഇരിക്കും? ഡു ഓർ ഡസ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? ഒന്നുമില്ല, നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഷീ സെഡ് ടു മീ അല്ലെങ്കിൽ ഷീ സെഡ് ടു ഹെർ കൊടുക്കുക. ഇവിടെ എന്താണ് വരുന്നത്? ഓക്കെ, ഷീ സെഡ് ടു ഹെർ ഡു യു ലൈക്ക് കേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. അവളോട് ചോദിച്ചു, ഓക്കെ കേക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഓക്കെ, നിനക്ക് കേക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഇത് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ സെഡ് അല്ലെങ്കിൽ സെഡ് ടുവിനെ മാറ്റുള്ളൂ. ഷീ ആസ്ക്ഡ് ചോദ്യമാണെങ്കിൽ ആസ്ക്ഡ് വരും. ഹെർ അതേ കണക്ക് എഴുതി. ഇനി ഇവിടെ എസ് ഓർ നോ ചോദ്യമാണ്. എസ് ഓർ നോ ചോദ്യമാണെങ്കിൽ അവിടെ കണക്റ്റിംഗ് വേർഡ് ആരായിരിക്കും? ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. നമ്മൾ ഇഫ് അവിടെ എടുത്ത് എഴുതി. ഇനി യു ഡു ലൈക്ക് കേക്ക് എന്നല്ലേ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്? ഇവിടെ വെർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന ഫോമിലാണ് കിടക്കുന്നത്. അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കണം. സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും. യു ഡു ലൈക്ക് കേക്ക് എന്നാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും ഇതിനെ മെർജ് ചെയ്യാം. ഡു ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് തന്നെ ആയിരിക്കും വരിക. ഡു ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് വേണമെങ്കിലും മെർജ് ചെയ്യാം, കൺവേർട്ട് ചെയ്തിട്ട് മെർജ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഡു പ്ലസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പം ഇവിടുത്തെ വെർബ് ഏതാണ്? ലൈക്കാണ്. അപ്പം ലൈക്ക് ഒന്നാമത്തെ ഫോം. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെർ ആയതുകൊണ്ട് ആര് വരും? ഷീ വരും. ഓക്കെ, ഇനി ഡു ലൈക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പം എന്താണ്? ലൈക്ക് എന്ന് കിട്ടി. ലൈക്കാണ് ഒന്നാമത്തെ ഫോം. അപ്പം എന്താണ് V2 ഫോം? ലൈക്ക്ഡ് എന്ന് കിട്ടും അല്ലേ? ലൈക്ക്ഡ് കേക്ക്. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മെർജ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡൂവിനെ കൺവേർട്ട് ചെയ്യുമ്പം
ഡിഡ് പ്ലസ് ലൈക്ക് എന്ന് കിട്ടും അല്ലേ. ഡിഡ് പ്ലസ് ലൈക്കും ലൈക്ക്ഡ് തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ ആദ്യം സെൻറ്റൻസിനെ ആക്കിയെടുക്കുക, അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കറക്റ്റ് ആവും. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെ വന്നാലും ഇത് കിട്ടും. അപ്പം ഡിഡ് ആണെങ്കിലോ, ഡിഡ് എസ് ഓർ നോയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? ഡിഡ് എസ് ഓർ നോയിൽ വന്നാലും എന്താണ്? ഷീ സെഡ് ടു മീ. ഓക്കെ, അല്ലെങ്കിൽ സെഡ് ടു മീ കിടക്കട്ടെ. ഷീ സെഡ് ടു മീ, ഡിഡ് യു പ്ലേ ഫുട്ബോൾ? ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ഡിഡ് യു പ്ലേ ഫുട്ബോൾ. ഇതെന്താണ്? ഇവിടെ WH ഇല്ല. ഇത് ക്വസ്റ്റ്യൻ വേർഡ്, നമ്മുടെ ഓക്സിലറി വെർബാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ലെഫ്റ്റിന് ഒരു കാര്യമുള്ള എന്താണ്? സെഡ് അല്ലെങ്കിൽ സെഡ് ടു വന്നാൽ ആസ്ക്ഡ് ആവും. സെഡ് ആണെങ്കിലും സെഡ് ടു ആണെങ്കിലും അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ആസ്ക്ഡ് ആക്കുക. ആസ്ക്ഡ് മീ, ഷീ ആസ്ക്ഡ് മീ എന്ന് എഴുതി. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇഫ് എടുത്തു. യു ഡിഡ് പ്ലേ ഫുട്ബോൾ എന്നാണ് നമ്മുടെ സെൻറ്റൻസ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. സെൻറ്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് വരണം, ശേഷം വെർബ് വരും, പിന്നെ പ്ലേ വരും, പിന്നെ ഫുട്ബോൾ വരും. ബാക്കി അതേ കണക്ക് തന്നെയാണ് വരിക, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഡിഡ് പ്ലസ് പ്ലേ. ഡിഡ് പ്ലസ് പ്ലേ എന്തായിട്ട് മാറും? പ്ലേഡ് ആയിട്ട് മാറും അല്ലേ. ഇവിടെ പ്ലേഡ് എന്നായിട്ട് മാറും. നമുക്ക് ഇവിടെ നിന്നും കൺവേർട്ട് ചെയ്യാം, ഇവിടെ നിന്നും കൺവേർട്ട് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഡ് പ്ലേ തന്നെ എഴുതിയിട്ട് താഴെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തിട്ട് ഒരുമിച്ചാക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് അതിനെ ഒരുമിച്ചാക്കിയിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. യു ആരായിട്ട് മാറും? ഇവിടെ മീ ആയതുകൊണ്ട് ഐ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഡിഡ് പ്ലേ ആണെങ്കിൽ ഡിഡ് വന്നാൽ നമുക്കറിയാം ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത് അല്ലേ. ഹാഡ്, അപ്പം ഹാഡ് വന്നു. ഹാഡ് പ്ലസ് പ്ലേ അല്ലേ. ഹാഡ് പ്ലസ് പ്ലേ അല്ല, ഇവിടെ ഡിഡ് ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഡിഡ് V2 ഫോം ആയതുകൊണ്ട് ഹാഡ് പ്ലസ് ഡൺ എന്ന് വരും അല്ലേ. ഹാഡ് പ്ലസ് ഡൺ എന്ന് വരും. അതിനുശേഷം ഒബ്ജക്റ്റ് ആണ് നമ്മുടെ പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേ ഫുട്ബോൾ. അപ്പം നമ്മൾ ഇനി ഒരുമിപ്പിക്കുന്നു. മേളിൽ നിന്നാണ് നിങ്ങൾ ആദ്യത്തെ ഡിഡ് പ്ലസ് പ്ലേ ആണ് എടുത്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ മെർജ് ചെയ്ത് ഒന്നിപ്പിക്കണം. അപ്പം ഹൈ ഹാഡ് ഡൺ പ്ലസ് പ്ലേ എന്താണ്? ഇത് V3 ഫോമാണ്. അപ്പോൾ പ്ലേയുടെ V3 ഫോമാണ് എടുക്കേണ്ടത്. പ്ലേഡ് ഫുട്ബോൾ എന്നായിട്ട് മാറും അല്ലേ. ഫുട്ബോൾ എന്നായിട്ട് മാറും. ഇനി നിങ്ങളിതാ ഈ ഒരു പാർട്ടാണ് എടുത്തത്. നിങ്ങൾ ഇവിടുന്ന് മെർജ് ചെയ്തു പ്ലേഡ് എന്നാക്കിയിട്ടാണ് എടുത്തെങ്കിൽ എന്താണ്? ഇവിടെ V2 ഫോമാണ്. അപ്പം നിങ്ങളത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പം ഹാഡ് അത് കണക്ക് എഴുതുന്നു. പ്ലേഡിൻ്റെ V3 ഫോം പ്ലേഡ് തന്നെയാണ്, അതെടുത്ത് എഴുതുന്നു. അത്രയേ ഉള്ളൂ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ രീതി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്ത് അയയ്ക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയയ്ക്കുക. എന്താണോ നിങ്ങളുടെ ഇഷ്ടം, എന്തായാലും ചെയ്ത് അയയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, he said to her. ഓക്കെ, he said to her എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. ഓക്കെ, he said to her, when will you come? ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് എഴുതി തരണം. അത് രണ്ടാമത്തെ ഹോംവർക്ക്. he said to me, have you finished your work? ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം. he said, how does this machine work? ഓക്കെ, ഈ 3 ചോദ്യം എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക? ഇതെങ്ങനെയാണ്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും.
ഉത്തരം എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഓൾ.